ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ കൊതുക് നിയന്ത്രണ പരിപാടികളോട് സഹകരിക്കാത്തവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരവും പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരവും നിയമ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന ഡെങ്കിപ്പനി അവലോകന യോഗത്തിൽ തീരുമാനമായി. മുൻ വർഷങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ കൂടുതലായി കണ്ടിരുന്ന ഡെങ്കിപ്പനി ഈ വർഷം ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ വർഷം കാണുന്ന ഡെങ്കിപ്പനി പെട്ടെന്ന് പരക്കുന്ന ടൈപ്പാണ്. രോഗികൾ പെട്ടെന്ന് കൗണ്ട് കുറഞ്ഞ് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതിനാൽ രോഗം നിസ്സാരമായി കാണരുത്. ഇടവിട്ടുള്ള മഴയും ചില ആളുകളുടെ ശുചിത്വശീലങ്ങളിലെ അലംഭാവവുമാണ് രോഗം കൂടാൻ കാരണമെന്ന് യോഗം വിലയിരുത്തി. ഡെങ്കി മേഖലകളിലും മറ്റു വാർഡുകളിലും സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഹെൽത്ത് സ്ക്വാഡ് വീടുകൾ സന്ദർശിക്കുമ്പോൾ വീടിന് ചുറ്റും പാത്രങ്ങൾ, വലിച്ചെറിയുന്ന ചിരട്ടകൾ, പൊട്ടിയ പാത്രങ്ങൾ, ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്തെ ട്രേ, മണി പ്ലാന്റുകൾ, വിറകും മറ്റും നനയാതെ മൂടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ, ടാർപോളിൻ, റബ്ബർ ചിരട്ടകൾ, കമുങ്ങിൻ പാളകൾ, വീടിൻ്റെ ടെറസ് ഇവയിലെല്ലാമാണ് ഡെങ്കി പരത്തുന്ന കൊതുകിൻ്റെ കൂത്താടിയെ കണ്ടെത്തുന്നത്. ഇവ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെ ചെയ്യാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ഇതിനായി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഹെൽത്ത് സ്ക്വാഡ് ജൂൺ 30 വരെ എല്ലാ വാർഡുകളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തും. പരിശോധനയിൽ ശുചിത്വ പ്രശ്നങ്ങളോ കൊതുക് വളർത്തുന്ന സാഹചര്യങ്ങളോ കണ്ടെത്തിയാൽ 1000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയിടാൻ നിയമത്തിൽ അധികാരമുണ്ട്. പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചാൽ പിഴയ്ക്ക് പുറമെ തടവ് ശിക്ഷ കൂടി നിയമം അനുശാസിക്കുന്നു. കുറ്റം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി പിഴയുടെ ഇരട്ടി തുകയും ഒടുക്കേണ്ടി വരും. അവലോകന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് V എന്നിവർ സംസാരിച്ചു.